الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون قل أرأيتم ما أنزل الله لكم من رزق وجعلتم منه حراما وحلالا قل الله أذن لكم على الله تفترون وما ظن الذين يفترون على الله الكذب يوم القيامة إن الله لذو فضل على الناس ولكن أكثرهم لا يشكرون. صدق الله العظيم. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ആദ്യമായി ഉണർത്തുകയാണ് വസിയത്ത്. പ്രപഞ്ചത്തിൽ ജീവിതം സംവിധാനിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ജീവജാലങ്ങളെയും ഇവിടെ ജീവിക്കാൻ വേണ്ടി നിയോഗിക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒരു ജീവിയാണ് മനുഷ്യൻ. ഈ ജീവികൾക്ക് ഇവിടെ കഴിഞ്ഞുകൂടുന്നതിനും ജീവിതം നയിക്കുന്നതിനും ആവശ്യമായ വിഭവങ്ങൾ, ആഹാരവും അതുപോലെ തന്നെ വായുവും മറ്റു സംവിധാനങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ അറിയുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രാതിനിധ്യം ഏൽപ്പിക്കപ്പെട്ട മനുഷ്യൻ എന്ന വ്യക്തിക്ക് ഈ ആഹാരത്തിനും അതുപോലെ മറ്റു വിഭവങ്ങൾക്കും പുറമെ അനിവാര്യമായ ഒരു സംഗതിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതാണ് മാർഗദർശനം. ആഹാരത്തെ പോലെ തന്നെ ചിലപ്പോൾ ആഹാരത്തെക്കാൾ വളരെ വലിയ ഗൗരവത്തോടുകൂടി ഉണ്ടാവേണ്ട ഒരു സംഗതിയാണ് മാർഗദർശനം. ഇപ്പം ജീവിത മാർഗദർശനം നൽകുക എന്നത് സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തം ബാധ്യതയായി തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്ന അലൈനാ ലൽ ഹുദാ എന്നാണ് അതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നമ്മുടെ മേൽ ബാധ്യതയാണ് നാം സൃഷ്ടിച്ച ഒരു സൃഷ്ടിക്ക് അതിൻ്റെ മാർഗം കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ മനുഷ്യന് മാത്രമല്ല, എല്ലാത്തിനും മാർഗം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. മൂസാ നബിയും ഫിറഔനും തമ്മിലുള്ള ഒരു സംഭാഷണ ശകലത്തിൽ ആരാണ് നിങ്ങളെ രക്ഷിതാവ്, നമ്മുടെ രക്ഷിതാവ് എന്ന് ചോദിച്ചപ്പോൾ നിന്റെ രക്ഷിതാവ് ആരെന്നാണ് മൂപ്പുള്ള ചോദ്യം. അപ്പം മൂസാ നബിയുടെ മറുപടി റബ്ബുന, നമ്മുടെ രക്ഷിതാവ്, നിന്റെയും എൻ്റെയും രക്ഷിതാവ്.
എല്ലാത്തിനും അതിൻ്റെ ആകൃതിയും പ്രകൃതിയും നിശ്ചയിക്കുകയും സുമ്മ ഹദ, പിന്നെ അതിന് മാർഗദർശനം നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ മാർഗദർശനത്തിൻ്റെ അടിസ്ഥാന സ്വഭാവത്തെക്കുറിച്ച് കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി. ഓരോ അണുവിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇംപ്ലാന്റ് ചെയ്ത അല്ലെങ്കിൽ അന്തർലീനമാക്കിയ ഒരു സംഗതിയാണ് അതിൻ്റെ ജ്ഞാനവും അതിൻ്റെ പ്രാർത്ഥനയും അതിനറിയുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ വിശ്വാസം, വിജ്ഞാനവും വിശ്വാസവും മനുഷ്യന് നൽകിയിട്ടുണ്ട്. അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, ആദമിന് എല്ലാത്തിനെയും ഐഡൻറ്റിഫൈ ചെയ്യാനും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. പിന്നെ എല്ലാ ആത്മാക്കളെയും വരുത്തിയിട്ട് അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലേ നിങ്ങളെ രക്ഷിതാവെന്ന് ചോദിക്കുകയും ഖാലു ബലാ ഷഹീദിന, അതെ അവരെല്ലാവരും കൂടി ഒരേ സ്വരത്തിൽ പറഞ്ഞു എന്നൊരു ചിത്രീകരണമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം രക്ഷിതാവ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അത് അടിസ്ഥാനപരമായി മനുഷ്യനിൽ ഉണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ പ്രകാശം വിവരിക്കുന്നിടത്ത് ചുമര്, ആ ചുമരിലെ മാടം, ആ മാടത്തിലെ വിളക്കിരിക്കുന്ന സ്ഫടികപാത്രം, ആ സ്ഫടികപാത്രം ഒരു നക്ഷത്രത്തെ പോലെ വെട്ടിത്തിളങ്ങുന്നു എന്ന് നോക്കുന്നു. അപ്പോൾ മനുഷ്യന് നൽകിയിട്ടുള്ള വിജ്ഞാനത്തെയും വിശ്വാസത്തെയും ഒക്കെ ആ രീതിയിൽ ചിത്രീകരിച്ചിട്ട് പിന്നെ അത് കത്തിക്കുന്ന എണ്ണയെക്കുറിച്ച് പറഞ്ഞു. ആ എണ്ണ സ്വയം തന്നെ പ്രഭയുള്ള എണ്ണയാണ്. വലൗലം തംസസുനാറും, അതായത് തീ തട്ടിയില്ലെങ്കിലും തീ കത്തിച്ചില്ലെങ്കിലും കത്തുന്ന എന്ന് പറഞ്ഞാൽ അത് ദിവ്യപ്രകാശം, അതായത് ദിവ്യബോധനം. അല്ലാഹു സുബ്ഹാനഹു വ തആല അഡീഷണൽ ആയിട്ട് നൽകുന്ന ഒരു അനുഗ്രഹമാണ്, കാരുണ്യമാണ്. അപ്പോൾ ഒരു പ്രവാചകന്റെയും മാർഗദർശനം ലഭ്യമായിട്ടില്ലെങ്കിലും മനുഷ്യന് അടിസ്ഥാനപരമായി ഒരു ജ്ഞാനവും ഒരു ബോധ്യവും ഉണ്ട്. തൻ്റെ രക്ഷിതാവ് ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന്. അത് അറിഞ്ഞുകൂടാന്ന് പറയാൻ യാതൊരു ന്യായവുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. മാത്രമല്ല അത് മനസ്സിനെ തന്നെ സർട്ടിഫൈ ചെയ്തു, ഷാഹിദാക്കിയിട്ടുണ്ട്. അന്ത്യനാളിൽ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞൂടാ, ഇന്നാ കുന്ന ഗാഫിലീൻ, ഞങ്ങൾ അശ്രദ്ധരായിരുന്നു എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. മറ്റെല്ലാ മനുഷ്യനൊഴിച്ചുള്ള മറ്റെല്ലാ ജീവജാലങ്ങൾക്കും അത് വളരെ കൃത്യമായിട്ട് അത് ഒരു തരം വിധിയിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല. എങ്ങോട്ടാണ് തീരുമാനിച്ചു വെച്ചേക്കുന്നത് അങ്ങോട്ട് തന്നെ പോകും. സൂര്യന് ഇഷ്ടം പോലെ സഞ്ചരിക്കാൻ പറ്റില്ല, ചന്ദ്രന് ഇഷ്ടം പോലെ സഞ്ചരിക്കാൻ പറ്റില്ല, നദികൾക്ക് ഇഷ്ടം പോലെ ഒഴുകാൻ പറ്റില്ല. കരകവിഞ്ഞൊഴുകുന്ന, ലക്ഷ്യം തെറ്റി ഒഴുകുന്ന നദികളെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെങ്കിലും അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൃത്യമായ പ്ലാനിനനുസരിച്ച് അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും പ്രത്യേകിച്ച് ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളതാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്നത് കൊണ്ട് ആ വിശ്വാസ സ്വാതന്ത്ര്യം അവൻ്റെ ചിന്താഗതിയിലും പ്രവർത്തനത്തിലും പ്രതിഫലിക്കും. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ചിന്തയ്ക്കും പ്രവർത്തനങ്ങൾക്കും ഈ വിശ്വാസവുമായി ബന്ധപ്പെടുത്തിയ രക്ഷാശിക്ഷാവിധികൾ ഉണ്ടാകും. അതുകൊണ്ട് വിശ്വസിക്കാത്തവന് യഥാർത്ഥത്തിൽ അതിൻ്റെ മാർഗത്തിൽ നിന്ന് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ളൊരു സംവിധാനമാണ് പിശാചിൻ്റെ സൃഷ്ടിപ്പും അവൻ്റെ കുതന്ത്രങ്ങളുടെ വിഹരിക്കാനുള്ള അള്ളാഹുവിൻ്റെ അനുവാദവും. നന്മ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ഈ തിന്മയുടെ നിർമ്മാണം അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുള്ളത്. അവിടെയാണല്ലോ മനുഷ്യന് ഉത്തരവാദിത്തം ഉണ്ടാവുക. മനുഷ്യ വ്യക്തിത്വം കൂടികൊള്ളുന്നത് അവൻ തിരഞ്ഞെടുപ്പ് നടത്തുന്നു എന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആദം നബി മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് അഡീഷണൽ ആയിട്ട് കാരുണ്യം എന്നുള്ള നിലയ്ക്ക് അവൻ്റെ ആത്മാവിൻ്റെ ജന്മനാളിൽ പ്രകൃതത്തിൽ ഉത്ഭൂതമാക്കപ്പെട്ട ആ വിജ്ഞാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കൂടെ പ്രവാചകന്മാർ വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല ദിവ്യബോധന ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കും. നമുക്ക് അറിയുന്നൊരു സംഗതിയാണ്. ആദം നബി അത് കൊടുത്തു പോകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടി അന്ത്യപ്രവാചകനായി തീരുമാനിക്കുകയും എന്നിട്ട് അത് അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയായിട്ട് ബന്ധപ്പെടുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഓരോ ആത്മാവിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കും എന്നുള്ള, അത് ലോകാവസാനം വരെ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ കൊടുത്തിട്ടുള്ള ഈ കാരുണ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ള ഒരു വമ്പിച്ച തരത്തിലുള്ള ഒരു ഔദാര്യമാണ് എന്ന് എടുത്തു പറയുന്ന ഒരുപാട് ആയത്തുകൾ ഖുർആനിൽ പലയിടത്തും കാണാൻ കഴിയും. അതിൽ സൂറത്ത് യൂനുസിലെ 57 ആയത്തുകളാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ വിളിച്ചിട്ടാണ് പറയുന്നത്. എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളാണ്, അടിമകളാണ്. യാ അയ്യുഹൽ മുസ്ലിം, യാ അയ്യുഹൻ നസാറ, യാ അയ്യുഹൽ യഹൂദ് എന്നൊന്നും അല്ല പറഞ്ഞത്. യഹൂദികളെ, നസറാക്കളെ അല്ലെങ്കിൽ മുശ്രിക്കുകളെ എന്നൊന്നും വിളിച്ചല്ല പറഞ്ഞത്. യാ അയ്യുഹന്നാസ്,
എല്ലാവരെയും, മൊത്തം മനുഷ്യരെയാണ്. ഇവിടെ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ജാതിയുടെയോ വിഭാഗത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ ഭാഷയുടെയോ യാതൊരു പ്രത്യേകമായ വകതിരിവ് ഒന്നുമില്ലാതെ വളരെ ഓപ്പണായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഒരു കോളേജിൽ ഒരു എക്സ്കർഷൻ, ഒരു ടൂർ നിശ്ചയിച്ചു. അപ്പോൾ പ്രിൻസിപ്പാൾ അനൗൺസ്മെൻ്റ് നടത്തുന്നു എല്ലാ കുട്ടികളോടും, അല്ലയോ കുട്ടികളെ, നമ്മുടെ കോളേജിൽ നിന്ന് ആന്ധ്രയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ആവശ്യമുള്ളവർക്കെല്ലാം പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറേ ആളുകൾ രജിസ്റ്റർ ചെയ്യും, കുറേ ആളുകൾ രജിസ്റ്റർ ചെയ്യില്ല. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ വിളിച്ചിട്ട് പറയും രജിസ്റ്റർ ചെയ്ത കുട്ടികൾ ഇന്ന രീതിയിൽ പാലിക്കണം എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തം ജനങ്ങളെ വിളിച്ചിട്ട് പറയാം വിശ്വസിക്കുക എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ വിശ്വാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. അതുപോലെ തന്നെ വിശ്വാസത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, വിശ്വാസത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ആളുകളെ, പ്രിൻസിപ്പാൾ അവിടെ രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികളെ കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ രജിസ്റ്റർ ചെയ്യാത്ത ആളുകളെയും കൈകാര്യം ചെയ്യുന്നു. മുശ്രിക്കുകളെയും അതുപോലെ തന്നെ കാഫിറുകളെയും ഒക്കെ, നിഷേധികളെയും ഒക്കെ വിളിച്ചിട്ട് അവരെ താക്കീത് ചെയ്യുന്നുണ്ട്. സത്യവിശ്വാസികളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ മൊത്തം ജനങ്ങളോട് യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന്, അല്ല എന്നല്ല വാക്ക് ഇവിടെ ഉപയോഗിച്ചത്, റബ്ബ് എന്നുള്ള വാക്ക്. അത് ഓരോ സന്ദർഭത്തിൽ ഈ അള്ളയും റബ്ബും ഒക്കെ മാറി മാറി ഉപയോഗിക്കുന്നതിന് വളരെ ആഴത്തിലുള്ള അർത്ഥതലങ്ങളുണ്ട് എന്ന് ഖുർആൻ ആയത്തുകൾ വായിച്ചു പോകുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും. നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നൊരു ഉപദേശം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. ഷിഫാഉൻ, അത് ഒരു ശമനമാണ്, ലിമാഫി സുദൂർ, നിങ്ങളുടെ നെഞ്ചകങ്ങളിലുള്ളത്. അതായത് മനുഷ്യന്റെ ഹൃദയത്തിലുള്ള സംശയങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക്, രോഗങ്ങൾക്ക് ഒരു ശമനം എന്നുള്ള നിലയ്ക്കും, ഹുദൻ ഒരു സന്മാർഗ ദർശനം എന്നുള്ള നിലയ്ക്കും, വറഹ്മത്തിന് ഒരു കരുണ എന്നുള്ള നിലയ്ക്കും, ലിൽ മുഅ്മിനീൻ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇത് അനുഗ്രഹവും കാരുണ്യവുമാണ്, അതോടൊപ്പം സന്മാർഗ ദർശനമാണ്, മൊത്തം മനുഷ്യർക്ക് ശിഫയാണ്. വളരെ വലിയ ആഴമുള്ള ഒരു സംഗതിയാണ്. നമുക്ക് പ്രായോഗിക ജീവിതത്തിൽ ബോധ്യപ്പെടുത്താവുന്ന സംഗതിയാണ്. മനുഷ്യ മനസ്സിന് ഈ ഖുർആനിൻ്റെ ഒരു താളലയക്രമം സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ, ബേജാറ് വരുമ്പോൾ ഒരു ഒന്നെടുത്ത് രണ്ടൊക്കെ നിസ്കരിച്ച് കുറച്ച് നേരം ഖുർആൻ ഉപയോഗിക്കുക വളരെ ശാന്തമായിട്ട്. തീർച്ചയായിട്ടും ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വിശ്വസിച്ച് അല്ലാഹുവിനോട് അടുക്കുന്നവന് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല തള്ളിക്കളയില്ല. മനുഷ്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ഒരു ജീവിതം ഉണ്ടാവില്ല. അപ്പോൾ മനുഷ്യന് ഒരു ഷിഫ, അതായത് ബുദ്ധിമുട്ട്, പ്രയാസം, കഷ്ടപ്പാട് ഒക്കെ വരുമ്പോൾ അപ്പോഴാണല്ലോ മനുഷ്യന് വേവലാതി ഉണ്ടാകുന്നത്. നല്ല സന്തോഷമാണെങ്കിൽ ആർക്കും പരാതി ഉണ്ടാവില്ല. മനുഷ്യന് പരാതി ഉണ്ടാകുന്നത്, കരച്ചിൽ വരുന്നത്, ദുഃഖം വരുന്നത്, സങ്കടം അനുഭവപ്പെടുന്നത് അവന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോഴാണ്. അപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മനുഷ്യ മനസ്സിൽ വേദന അനുഭവപ്പെടുന്നു. ആ വേദനയ്ക്ക് ശമനം ഉണ്ടാകും. എല്ലാത്തിൻ്റെയും ഒടുവിൽ വേദനയാണ്. ശരീരത്തിൽ വേദന ഉണ്ടായാലും വേദന അനുഭവപ്പെടും, പണം നഷ്ടപ്പെട്ടാലും വേദന അനുഭവപ്പെടും, വീട്ടിൽ നിന്ന് ആരെങ്കിലും മരിച്ചാലും വേദന അനുഭവപ്പെടും. അപ്പോൾ വേദനയാണ്, പെയിനാണ്. അതുകൊണ്ടാണ് ഈ വേദനയെ അദാബ് അലീം, വേദനാജനകമായ ശിക്ഷ എന്നൊക്കെ പറയുന്നത്. വേദനയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ശിക്ഷയാക്കി തീരുമാനിച്ചിരിക്കുന്നത്. വേദന നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ മനുഷ്യ മനസ്സിന് പ്രയാസം ഉണ്ടാകുമ്പോൾ ശിഫ നൽകുന്ന ഒരു ഒന്നാം തരം ഔഷധമാണ് ഖുർആൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഓരോരുത്തരുടെ വിശ്വാസത്തിൻ്റെ ആഴമനുസരിച്ച് അതിൽ നിന്ന് അവർക്ക് ശിഫ ലഭിക്കുമെന്നാണ് പണ്ഡിതന്മാരുടെ മതം. ഒരാൾ അതിനെ ഒരു വളരെ ഈസി ആയിട്ട് സമീപിക്കണമെങ്കിൽ ആ നിലയ്ക്കായിരിക്കും ഉണ്ടാകുക. അതല്ല, ഇത് അല്ല പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്, എൻ്റെ രക്ഷിതാവ് അല്ലാഹുവാണ്, തീർച്ചയായിട്ടും ഞാനിത് പാരായണം ചെയ്താൽ അതിന് പുണ്യം കിട്ടും, അതിന് ഒരു സവാബ് ഉണ്ടാവുമോ എന്നാണ് പല ആളുകളും പലപ്പോഴായി ചോദിക്കുന്നത്. ഖുർആൻ അർത്ഥം അറിയാതെ ഓതിയാൽ കൂലുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പലപ്പോഴും. ഒരു ചെറിയ കഥയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഒരാൾ, ഒരു വയസ്സൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പേരക്കുട്ടി ചോദിച്ചു, എന്തിനാണ് ഇത് അർത്ഥം അറിയുമെന്ന് വെച്ചാൽ അറിയില്ല, എന്തിനാണ് ഈ ഖുർആൻ ഇങ്ങനെ അർത്ഥം അറിയാതെ പാരായണം ചെയ്തതെന്ന് വയസ്സനോട് കുട്ടി ചോദിക്കുക. വയസ്സൻ കുറച്ചു നേരം ഉണ്ടായിരുന്നിട്ട് അവിടെ ഒരു ബക്കറ്റ് ഉണ്ടായിരുന്നു, ഒരു പഴയ ബക്കറ്റ്, കുറച്ച് പൊട്ടിപ്പൊളഞ്ഞ ബക്കറ്റാണ്. ആ ബക്കറ്റ് എടുത്തിട്ട് തൊട്ടടുത്ത് ഒരു നദിയുണ്ട്, ആ നദിയിൽ കുറച്ച് വെള്ളം മുക്കി കൊണ്ടുവരാൻ പറഞ്ഞു. ഇവൻ ഈ ബക്കറ്റ് എടുത്ത് വെള്ളം മുക്കി ഇങ്ങോട്ട് വരിക. ഇവിടെ വന്നപ്പോൾ വെള്ളം കംപ്ലീറ്റ് കഴിഞ്ഞു പോയി. കാരണം ബക്കറ്റിൽ പൊത്തുകളുണ്ട്, ബക്കറ്റ് ഓട്ടമുള്ള ബക്കറ്റാണ്. അപ്പോൾ വെള്ളം തീർന്നുവല്ല വല്യപ്പാന്ന് പറഞ്ഞു. സാരല്ല, ഒന്നുകൂടി മുക്കി എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പോയിട്ട് ഒന്നുകൂടി മുക്കി, കുട്ടി പോയിട്ട്. അപ്പോൾ വെള്ളം തീർന്നുവല്ല എന്ന് പറഞ്ഞു. മൂന്നാമത് മുക്കാൻ പറഞ്ഞു. വീണ്ടും കുട്ടി പോയി മുക്കി, ഇത് മുക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ വെള്ളം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു. നീ എന്താ ഉദ്ദേശിച്ച വെള്ളം? പക്ഷെ ആ ബക്കറ്റിൽ നോക്കിയേ, നല്ല ബക്കറ്റ് നല്ല വൃത്തിയായിട്ടുണ്ടല്ലോ എന്ന്.
ഇതിൻ്റെ എല്ലാ അഴുക്കും തൊള്ളിയൊക്കെ പോയിട്ട് ബക്കറ്റ് നല്ല വൃത്തിയായിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ ഞാൻ ഖുർആൻ ഓതുന്നത്. വിശദാംശങ്ങളൊന്നും പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഖുർആൻ ഒരു ആത്മാവാണ്. ഈ നമ്മളീ കൊണ്ടു നടക്കുന്ന മുസാഫിനെ കുറിച്ചല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അറബി ഭാഷയിൽ ലിഖിതപ്പെടുത്തിയ മുസാഫിനെ കുറിച്ചല്ല അവിടെ പറയുന്നത്. ഖുർആൻ ഒരു ആത്മചൈതന്യമാണ്. അത് ഓതാൻ പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ചൈതന്യം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഖറഅ എന്ന് പറഞ്ഞാൽ വായിച്ചു, ഖുർആൻ എന്ന് പറഞ്ഞാൽ വായനയുടെ പ്രയോഗവൽക്കരണമാണ്, വായിക്കുകയും അത് അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇഖ്റ എന്ന് പറഞ്ഞപ്പോൾ മാ അന ബിഖാരിൻ, അതായത് വായിക്കണമല്ല, വായിച്ചിട്ടില്ല എന്നൊക്കെ ചോദിച്ചിട്ട് അവസാനം മാ അന ബിഖാരിൻ, വാട്ട് ഐ ഹാവ് ടു റീഡ്, എന്താണ് വായിക്കേണ്ടത് ചോദിച്ചു. ബിസ്മി റബ്ബിക്കല്ലദീ, നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. അപ്പൊ അവിടെ അപ്ലൈ ചെയ്ത്. അപ്പൊ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അത് വായിച്ച് അത് മനസ്സിൽ ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു ആപ്ലിക്കേഷനുള്ള ഒരു ത്വര അല്ലാഹു സുബ്ഹാനഹു വ തആല, അതിന്റെ സ്നേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യമാണ്. അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. നിരന്തരമായി ഖുർആൻ ഓതുന്നവർ അറിയാതെ തന്നെ അത് ജീവിതത്തിൽ പകർത്തിപ്പോകുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഖുർആനെ സമീപിക്കണം. ഖുർആനിന്റെ ഒരു ഹർഫ് ഓതിയാൽ മിനിമം 10 നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചിട്ടുണ്ട്. അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ അത് അലിഫുൻ ഹറഫും ലാമുൻ ഹറഫും മീമുൻ ഹറഫ് എന്ന് പറഞ്ഞു. അത് അലിഫ് ഒരു ഹറഫാണ്, ലാം ഒരു ഹറഫാണ്, മീം ഒരു ഹറഫാണ്. അപ്പോൾ 30 സവാബ് കിട്ടുന്നത്. സൂറത്തുൽ ഫാത്തിഹ പ്രത്യേകം പഠിക്കാൻ പറഞ്ഞു. സൂറത്തുൽ മുൽക്ക് എൻ്റെ സമുദായത്തിലെ എൻ്റെ സമുദായാംഗങ്ങളുടെ ഹൃദയത്തിൽ സൂറത്തുൽ മുൽക്ക്, അതായത് ഖുർആനിലെ 30 അധ്യായങ്ങളുള്ള ഒരു സൂറത്തുണ്ട്, 30 ആയത്തുകളുള്ള സൂറത്തുണ്ട്. അത് അവരുടെ മനസ്സിലുണ്ടാവട്ടെ എന്ന് നാം ആഗ്രഹിക്കുന്നു, പ്രത്യാശിക്കുന്നു. സൂറത്തുൽ മുൽക്കാണ്, അതായത് തബാറക്കാണ്. തബാറക്ക ഓതിക്കഴിഞ്ഞാൽ അത് മനുഷ്യന് പുറത്തു തരുന്നതുവരെ തബാറക്ക ഷഫാഅത്ത് ചെയ്യുന്നതാണ്. അപ്പൊ തബാറക്കക്ക് ജീവനുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. തബാറക്ക ഒരാത്മാവാണ് മുൽക്ക്. അപ്പൊ മുൽക്ക് ഓതുക എന്നുള്ളത് ഓരോ മനുഷ്യനും സത്യവിശ്വാസം പ്രവാചകൻ പ്രത്യേകം പറഞ്ഞ സംഗതി. ഇതാ വഖഅത്തുൽ വാഖിഅ ഓതാൻ പറഞ്ഞു. അതായത് ദാരിദ്ര്യത്തിൽ തൊട്ട് മനുഷ്യൻ ദാരിദ്ര്യം വരെ ഭയപ്പെടുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഇതാ വഖഅത്തുൽ വാഖിഅ സ്ഥിരമായി ഓതാൻ പറഞ്ഞു. അപ്പൊ അത് ദാരിദ്ര്യം തൊട്ട് കാക്കുമെന്ന് പറഞ്ഞു. സൂറത്ത് യാസീൻ ഒരാൾ ഓതിയാൽ ഒരു ദിവസം 10 പ്രാവശ്യം ഖുർആൻ ഓതിയ സവാബ് തരാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഒരുപാട് സംഗതികൾ അതെല്ലാം അല്ലാഹു തആല പറഞ്ഞു. വെള്ളിയാഴ്ച അൽ കഹഫ് ഓതാൻ പറഞ്ഞു. മറു വെള്ളിയാഴ്ച വരെ അവന്റെ ജീവിതത്തെ പ്രകാശമാനമാക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ സൂറത്ത് സജ്ജദ അത് ഓതാൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരുപാട് ആയത്തുൽ കുർസി പറയാം. ആമന റസൂൽ ആയത്തുൽ കുർസി പറഞ്ഞാൽ പൈശാചിക ദൗർബോധനങ്ങളിൽ നിന്ന് കാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആമന റസൂൽ അൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ, അത് ഒരാളെ നിത്യവും പാരായണം ചെയ്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് രാത്രിയിൽ പാരായണം ചെയ്താൽ അത് അവന് മതിയാകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് കണ്ണേറിൽ നിന്നും അതുപോലെ തന്നെ വലിയ ശർറിൽ നിന്നും ഒക്കെ റസൂൽ ഇങ്ങനെ നിരന്തരമായി കാവൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇറങ്ങി. അപ്പോ ഇന്ന് രാത്രി ഇറങ്ങിയ 2 ആയത്തുകൾ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് രാത്രി തന്നെ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്ത ഹദീസുകൾ നമുക്ക് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും എല്ലാത്തരം പൈശാചികമായ ദൗർബോധനങ്ങളിൽ നിന്നും മനുഷ്യന് മോചനം നൽകാൻ പര്യാപ്തമായ സൂറത്തുകളാണ്. അതിൻ്റെ കൂടെ ഖുൽ ഹുവല്ലയും കൂടി ഓതിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ചുള്ള നമ്മുടെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനമാണ്. ഇത് നിരന്തരമായി ആവർത്തിച്ചു ഓതിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഒരു ദിവസം ഒരു പ്രാവശ്യം നിസ്കരിച്ചിട്ട് ഇതിനെ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ 17 പ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അതങ്ങനെ പറയുന്നത് മനുഷ്യ മനസ്സിന്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. നസിയ, ഇൻസാൻ, മറന്നു പോകുന്നവൻ, അതായത് അശ്രദ്ധമായി പോകുന്നവൻ, മറന്നു പോകുന്നവൻ എന്നുള്ള മാറ്റത്തിന് വിധേയമാവുന്നവൻ എന്നുള്ള അർത്ഥവും ആളുകൾ പറയുന്നു. പക്ഷെ മറന്നു പോകുന്നവൻ എന്നാണ് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരുടെ അധിക പണ്ഡിതന്മാരും. അപ്പൊ അതുകൊണ്ട് ഖുർആൻ ആ നിലയ്ക്ക് സമീപിക്കണം. അത് ഒരു ഷിഫ ആണ്. അത് ലിമാഫി സുദ്ര വഅളാണ്. മൗഇളത്ത് എന്നുള്ള വഅൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കാറുണ്ട്. മൗഇളത്ത് എന്ന് പറഞ്ഞാൽ ഉപദേശം അല്ലെങ്കിൽ ഉപദേശിക്കപ്പെടുന്ന കാര്യം എന്നൊക്കെയാണ് അതിന് പറയാം. നമ്മൾ കേൾക്കാറുണ്ട് വഅൽ പറയണ്ട. പണ്ടൊക്കെ വഅൽ രാത്രിയിൽ വഅൽ ഇപ്പോഴുണ്ട്, പല സ്ഥലങ്ങളിലും ഗ്രാമങ്ങളിലൊക്കെ വഅൽ ഉണ്ട് എന്നുള്ളതാണ്. അത് മൗഇളത്തിൽ നിന്നാണ് മുസ്ലിയാർ വഅൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത്. മൗഇളത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ തന്നെക്കാൾ ഉയർന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിജ്ഞാനവും ആദരവും ഒക്കെ ഉള്ള ഒരാളിൽ നിന്ന് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അയാളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശത്തെയാണ് യഥാർത്ഥത്തിൽ വഅൽ എന്ന് പറയുന്നത്. വസിയത്ത് എന്ന് പറഞ്ഞ് വേറെ സംഗതിയുണ്ട്, നിർദ്ദേശം. ഈ വസിയത്ത് താഴ്ന്ന ആളിൽ നിന്നുള്ള, ഇപ്പോൾ മകൻ വാപ്പയെ ഉപദേശിക്കാറില്ല, വസിയത്ത് ചെയ്യാൻ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഒരു തൊഴിലാളി അവൻ്റെ യജമാനനെ അല്ലെങ്കിൽ മുതലാളിയെ ഉപദേശിക്കാറില്ല, വസിയത്ത് ചെയ്യാൻ. വസിയത്ത് കേൾക്കുന്ന സ്വീകരിക്കുന്ന ആൾക്ക് എപ്പോഴും ബാധ്യതയായി വരും. വഅലിനെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുകയും ചെയ്യാന്നുള്ളതാണ്.
അപ്പോൾ വഅദ് വസിയത്തും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കി വെക്കണം എന്നല്ല. വഅദ് ഉയർന്ന തലത്തിൽ നിന്ന് വരുന്ന ഒരു ഉപദേശമാണ്. വസിയത്ത് എപ്പോഴും വ്യക്തി ബന്ധിതമായിരിക്കും. അത് ചെയ്യുന്ന ആളിൻ്റെ താല്പര്യമായിരിക്കും അതിൽ ഉണ്ടാവുക. വഅദ് അങ്ങനെയല്ല, കേൾക്കുന്ന ആളിൻ്റെ റഫാഹിയത്ത്, അതായത് അവരുടെ നന്മയായിരിക്കും യഥാർത്ഥത്തിൽ എപ്പോഴും വഅദിലുണ്ടാവുക. അപ്പോൾ ഇവിടുത്തെ വഅദ് മറിച്ചാണ്, ചെയ്യുന്നവന് പൈസ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. പക്ഷേ വഅദിനെ സംബന്ധിച്ചിട്ട് എൻ്റെ ഒറിജിനൽ എന്താണെന്ന് വെച്ചാൽ അത് കേൾക്കുന്ന ആൾക്ക് പ്രയോജനപ്രദമാവണം എന്ന നിലയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. വളരെ ആഴത്തുള്ള മൗഇദത്തുൻ, അതായത് അത് നിങ്ങൾക്കൊരു ശരിയായ നിലയിലുള്ള ഒരു ഉപദേശമാണ്. മിൻ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള. ഷിഫാഉൻ, അതായത് അതൊരു ശമനമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്യാർത്തി പലത്. ചോരയുടെ തിളപ്പുണ്ടാവും, അത് മാംസത്തിൻ്റെ കുതിപ്പുണ്ടാവും. ഈ ചോരയുടെ തിളപ്പിനെയും മാംസത്തിൻ്റെ കുതിപ്പിനെയും അത് ഒരു ബയോളജിക്കൽ നീഡാണ്. അതൊക്കെ ഹറാമാണോ, ഒന്നും ചെയ്യാൻ പാടില്ല എന്നല്ല. അതിനൊക്കെ ചാനലൈസ് വിടുക, അതിനൊക്കെ അതിൻ്റെതായ രീതിയിലുള്ള ചില സന്മാർഗ ദർശനത്തിലൂടെ അത് ആസ്വാദനകരമാക്കുക, അനുഭൂതിപൂരമാക്കുക, അതിൽ റിപ്രൊഡക്ഷൻ ഉണ്ടാവുക, അതിൽ വർധന ഉണ്ടാവുക. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകമായ ഒരു സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യൻ്റെ ചോരയുടെയും മാംസത്തിൻ്റെയും ഒക്കെ താല്പര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് അതിനെ നിയന്ത്രിച്ച് നിർത്തുമ്പോൾ അതിന് കുഴപ്പമുണ്ടാവില്ല. അതുപോലെ തന്നെ മനുഷ്യൻ ആർത്തിയെപ്പോഴും സമ്പാദിക്കുക എന്നുള്ള ഒരു മോഹം, ത്വര, ഹുബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ, ഹുബ്ബുൽ ഖൈർ ഷദീദ് എന്നാണ്, എപ്പോഴും വളരെ വലിയ താല്പര്യമായിരിക്കും. പക്ഷേ അതിനെ നിയന്ത്രിച്ച് നിർത്തുന്നത് സത്യവിശ്വാസ മനസ്സാണ് എന്നുള്ളതാണ്. ആ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് ഈ ഈമാനും അതിൻ്റെ കൂടെ ഗ്ലിറ്റർ ചെയ്യാൻ, പ്രകാശിക്കാനുള്ളത് ഈ ഖുർആനുമാണ്. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിലധികം കുഴപ്പമുണ്ടാക്കാൻ, അത് സമ്പാദിക്കാൻ, അനധികൃത മാർഗത്തിലൂടെ സമ്പാദിക്കാൻ സത്യവിശ്വാസ മനസ്സുകളെ ഖുർആൻ ഒരിക്കലും അനുവദിക്കില്ല എന്നാണ്. ഈ സമ്പാദ്യത്തിൻ്റെ ഒരു പ്രശ്നം വരുമ്പോഴാണല്ലേ, കിട്ടിയാലും മതി, എത്ര സമ്പാദിക്കാം എന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് മനുഷ്യന് ബേജാറുണ്ടാകുന്നത്. അവരുടെ ഫെയിലാവുമ്പോൾ മനുഷ്യന് അസ്വസ്ഥതകളുണ്ടാകും. സമ്പാദിച്ചു കഴിഞ്ഞാലോ അതിനേക്കാൾ വലിയൊരു സംഗതിയാണ്. അതായത് ഉള്ളത് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയം. ഞാൻ സാധാരണ തമാശയായി പറയാറുണ്ട്, നല്ല ഒരു 100-400 റുപ്യ കൊടുത്ത് നല്ലൊരു ചെരുപ്പ് വാങ്ങിയാൽ ആദ്യം ഒരാഴ്ച പള്ളിയിൽ പോകുമ്പോൾ നിസ്കാരം വളരെ ഇടങ്ങാറായിരിക്കുന്നു. നമുക്ക് മനസ്സിലാവില്ലത്. ആ ചെരുപ്പ് പുറത്തിട്ടിട്ട് കൈയ്യട്ടി കഴിഞ്ഞാൽ ഇതാരെങ്കിലും എടുത്തുകൊണ്ട് പോകുമോ എന്നുള്ളത്, ഉള്ളത് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു 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 ഭീതി മനുഷ്യ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നുള്ളത്. അത് മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണുള്ളത്. ഒരു ചെരുപ്പിൻ്റെ കാര്യം എങ്ങനെയാണെങ്കിൽ നല്ല കാറുകളിലൊക്കെ പോർട്ടിക്കോയിലിട്ടിട്ട് ചെറിയ പൂട്ടൊക്കെ ഇട്ട് പൂട്ടുന്ന ആൾക്കാരുടെ ഒരവസ്ഥ എന്തായിരിക്കും? നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിക്കാതിരിക്കില്ല. നല്ല ബൈക്ക്, വീട്ടിൻ്റെ അപ്പുറത്തൊരു ബൈക്ക് മോഷണം പോയി അതായിട്ട് കേസ് വന്നാൽ നമ്മളെ കാറിനെ സംബന്ധിച്ചും ബൈക്കിനെ സംബന്ധിച്ചും ആലോചിച്ച് രാത്രിയിൽ നമ്മളെ സ്വസ്ഥത നശിക്കും എന്നുള്ള സംബന്ധിച്ച്. ഈ സമ്പാദ്യം കൂടുന്തോറും ഈ മറച്ചു വെക്കുക എന്നൊരു സ്വഭാവമുണ്ട്. കാര്യം മറ്റുള്ളവനെ അത് അറിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അത് ആദ്യം സർക്കാരിനെ മറച്ചു വെക്കണം എന്ന് പറഞ്ഞാൽ കള്ളക്കണക്ക് എഴുതണം. അതായത് വൈറ്റും ബ്ലാക്കും ഉണ്ടല്ലോ, അപ്പോൾ ബ്ലാക്ക് വൈറ്റ്, അപ്പോൾ വൈറ്റിലൂടെ പോകുമ്പോൾ വലിയ ആശ്വാസമാണ് പറഞ്ഞത്. ബ്ലാക്കിലൂടെ പോകുമ്പോഴോ ഭയങ്കര അസ്വസ്ഥ. അത് സെയിൽ ടാക്സിനെ പേടിക്കണം, ഇൻകം ടാക്സിനെ പേടിക്കണം, പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ എക്സൈസിനെ പേടിക്കണം, ലോക്കൽ എക്സൈസിനെ പേടിക്കണം. ഇങ്ങനെ പല തരത്തിൽ കച്ചവടക്കാരനാണെങ്കിൽ പറയാൻ വേണ്ട ഒരു 100,000 കൂട്ട്. നിലവിലുള്ള സംവിധാനം അനുസരിച്ച് കൃത്യമായിട്ട് കമേഴ്ഷ്യൽ ടാക്സ് കൊടുക്കാൻ വേണ്ടി എഴുതി റെഡിയാക്കി അവിടെ കൊണ്ടുപോയാൽ ഇത് കള്ളാണ്, നിങ്ങൾ കള്ളേ പറയുള്ളൂ എന്ന് പണ്ട് ബ്രിട്ടീഷുകാരൻ തീരുമാനിച്ചതിന് അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ നിയമങ്ങളാണ് ഇന്ന് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട്. അതുകൊണ്ട് കൃത്യമായി കണക്കെഴുതി ആർക്കും അവതരിപ്പിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേകമായ സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. ഭരണകർത്താക്കൾക്ക് അറിയാം, പിരിക്കാൻ വരുന്നവനും അറിയാം, കൊടുക്കാൻ വരുന്നവനും അറിയാം. എന്നാൽ എല്ലാവർക്കും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ അസ്വസ്ഥതകളിൽ, അവിടെയൊക്കെ ഭയങ്കരമായ അസ്വസ്ഥതകളാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു നല്ല കാർ വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പൈസ എവിടെ നിന്ന് കിട്ടിയെന്ന് പറയണം. അപ്പോൾ അതുകൊണ്ട് ഓടി, അല്ലെങ്കിൽ പിന്നെ പോയി ഇൻട്രസ്റ്റിന് അപ്പോൾ ഇവിടെ എല്ലായിടത്തും പ്രശ്നമാണ്, എല്ലാ തരത്തിലും പ്രശ്നമാണ്. ഒരു ഇസ്ലാമിക സംവിധാനമുള്ളപ്പോൾ വളരെ കൃത്യമായി ഇത്ര കിട്ടിയിരിക്കുന്നു, ഇത്ര സക്കാത്ത് കൊടുത്തിരിക്കുന്നു, ബാക്കി ഇത്ര ഉണ്ട്, ഞാൻ ഇന്നതിന് ചിലവാക്കിയിരിക്കുന്നു, ഇന്നതിന് ചിലവാക്കിയിരിക്കുന്നു, ക്ലിയർ, വളരെ ക്ലിയർ ആയിട്ട് സംഗതി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ മനുഷ്യൻ്റെ ഈ ആർത്തി ഉണ്ടല്ലോ, അവൻ ഇതിനൊന്നും സമ്മതിക്കൂല എന്നുള്ള ഇതിൻ്റെയൊക്കെ മോളിൽ ഇങ്ങനെ വന്ന് അങ്ങനെ ഹൃദയത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്, ഒരുപാട് ഞരമ്പ് രോഗങ്ങൾ. ഈ ഞരമ്പ് രോഗങ്ങളാണ് അധികം, 66%. സാധാരണ ഈ ഫിസിക്കൽ ഡിസീസ്, ശരീര രോഗങ്ങളുടെ 66%-ലധികം മാനസിക പ്രശ്നങ്ങളാണ് എന്നാണ് ഗവേഷണ പഠനങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു ശമനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്.
അത് യഥാർത്ഥത്തിൽ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അത് സന്മാർഗമാണ്, അത് അനുഗ്രഹമാണ്. ആർക്ക്? വിശ്വസിക്കുന്ന ആളുകൾക്ക് അനുഗ്രഹമാണ്. അതുകൊണ്ട് നീ പറഞ്ഞു കൊടുക്കുക നബിയെ, ഖുൽ, നീ പ്രഖ്യാപിക്കുക, ബിഫളില്ലാഹി വബിറഹ്മതി, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടും കാരുണ്യം കൊണ്ടുമാണ് ഇത് ലഭിച്ചത്. ഫബിദാലിക ഫല്യഫ്റഹു, അതിനാൽ അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. ഖുർആൻ കൊണ്ട് സന്തോഷിച്ചു കൊള്ളട്ടെ എന്ന് പറയുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ ഉണ്ടോ? നമ്മളെ കൈവശം ഈ ഗ്രന്ഥം ഉണ്ടല്ലോ, നമ്മളാണ് അതിൻ്റെ വക്താക്കള്, അതിൻ്റെ വാഹകർ നമ്മളാണെന്നാണല്ലോ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ സന്തോഷമുണ്ടോ? അതിൻ്റെ ആനന്ദം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അവർ വാരിക്കൂട്ടുന്ന മറ്റേത് വിഭവങ്ങളെക്കാളും വലിയ വലിയ മെച്ചമുള്ളതാണ്, വിശിഷ്ടമായതാണ് ഈ ഖുർആൻ എന്നുള്ള സുബ്ഹാനഹു വ തആല പറയാം. അവൻ്റെ കാരുണ്യം കൊണ്ട് പ്രവാചകനിലൂടെ, പ്രവാചകന്റെ നാവിലൂടെ പറഞ്ഞു കേട്ട ഈ പരിശുദ്ധ ഖുർആൻ, അത് നമ്മൾ ഓതുമ്പോൾ നമ്മുടെ ആത്മാവും അള്ളാഹുവുമായി ഉള്ളൊരു ബന്ധം, അത് ഖുർആൻ നമ്മളെയും അള്ളാഹുവിനെ ബന്ധിപ്പിക്കുന്ന ഒരു ആത്മീയമായ ഒരു ചരടാണ് യഥാർത്ഥത്തിൽ. അത് നമ്മൾ ഓതുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോൾ, അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുമ്പോൾ, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ഹർഷപുളകിതമായ ഒരു മാനസികാവസ്ഥ, ഒരു ആത്മീയമായ ഒരു ചൈതന്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കേണ്ടതാണ്. അങ്ങനെ ഉണ്ടാവാണെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ സത്യവിശ്വാസത്തിന്റെ രുചി അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ സത്യവിശ്വാസത്തിന്റെ അപ്പുറത്താണ്. ഖുർആൻ ഓതിയതിനുള്ള സവാബൊക്കെ ഉണ്ടാവും, പക്ഷേ അത് അവസാനം ചിലപ്പോൾ ഖുർആൻ നമുക്കെതിരായിട്ട് സാക്ഷിക്കുകയും ചെയ്യും. ഇവന് നിത്യമായി എന്നെ ഓതിയിരുന്നു, ഇവന് ഈ കാര്യം അറിയാമായിരുന്നു, എന്നിട്ടും അവനെതിരായി പ്രവർത്തിച്ചു. ഹുജ്ജത്തുല്ലക വഅലൈക, അവിടെ ഒരു പ്രശ്നമുണ്ട്. ഖുർആൻ ഓതിയാൽ അവഗണിച്ച് കളയാൻ പറ്റൂല. എന്തെങ്കിലും മനസ്സിലായാൽ അവഗണിച്ച് കളഞ്ഞാൽ ഈ ഓതിയ ഖുർആൻ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തിരുഹദ്റത്തിൽ നമുക്കെതിരായി സാക്ഷിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഓരോ സംഗതികളും ഇങ്ങനെ ഹലാലും ഹറാമും ഒക്കെ നിശ്ചയിക്കുന്ന കാര്യമൊക്കെ അറബികൾ ചെയ്തിരുന്നതിന് ബന്ധപ്പെട്ടിട്ടാണ് അടുത്ത ആയത്ത് വരുന്നത്. അതായത് ഖുൽ അറഅയ്തും മാ അൻസലല്ലാഹു ലക്കും മിൻ റിസ്ഖിൻ വജഅൽതും മിൻഹു ഹറാമൻ വഹലാലൻ ഖുൽ അല്ലാഹു അദ്ന ലക്കും അം അലല്ലാഹി തഫ്തറൂൻ. അതായത് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി തന്ന ആഹാരത്തെക്കുറിച്ച്, വിഭവങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിൽ കുറേ സംഗതികൾ നിങ്ങൾ ഹലാലാക്കുന്നു, കുറേ സംഗതികൾ ഹറാമാക്കുന്നു. അത് വിശദമായി പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവമായി കാണുകയും അതേസമയം കുറേ കാര്യങ്ങൾ നമ്മൾ അവഗണിച്ച് കളയുകയും ചെയ്യുന്നു. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചു മനസ്സിലാക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിഭവങ്ങൾ നൽകിയിരിക്കുന്നു. അത് ഏത് രീതിയിൽ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട്. അത് നമ്മൾ കുറേ എണ്ണത്തിന് അങ്ങനെ സ്വാംശീകരിക്കുന്നു, കുറേ എണ്ണം അവഗണിച്ച് കളയുന്നു. അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അനുമതിയോട് കൂടിയല്ല. അതല്ല, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുകയാണോ? അതായത് അള്ളാഹ് അനുവദിച്ചിരിക്കുന്നു എന്ന് ഉള്ള ധാരണയിലാണോ നിങ്ങളിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറയാണ്, വമാ ലന്നുല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ യൗമൽ ഖിയാമ. ഈ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹ് അനുവദിക്കാത്ത കാര്യങ്ങളിലൊക്കെ ചെയ്തു കൊടുക്കുക, അള്ളാഹ് അനുവദിച്ച കാര്യങ്ങളിലൊക്കെ നിരോധിക്കുക. ഇങ്ങനെ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രാവർത്തികമായി ഓരോന്ന് നടത്തുമ്പോഴാണ് അള്ളാഹിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുക. എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ പേരിൽ പ്രസ്താവന ഇറക്കുക എന്നുള്ള അർത്ഥത്തിലല്ല ഇതിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പടച്ച തമ്പുരാൻ നമുക്ക് അനുവദിച്ച കുറേ സംഗതികൾ, പടച്ച തമ്പുരാൻ അനുവദിക്കാത്ത കുറേ സംഗതികൾ, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടിക്കൊഴിച്ച് നമ്മുടെ ഇഷ്ടത്തിന് ഹലാലും ഹറാമൊക്കെ തീരുമാനിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ അങ്ങോട്ട് കൊണ്ടു ചെന്നാൽ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ? ഉത്തരമില്ല. നിന്നെങ്ങോനും പോലീസ് പിടിച്ച് എന്താണ് ഇതിൻ്റെ സ്ഥിതി എന്ന് ഒരുത്തനോട് ചോദിക്കുന്നത് പോലെയുള്ളൊരു ചോദ്യമാണ്. സാധാരണ ഈ ലോക്കൽ ഭാഷയിൽ ഇങ്ങനെ പറയും, അവനെങ്ങാനും കണ്ട എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ നിന്റെ കാര്യം പോക്കാണ് എന്നാണ് അതിൻ്റെ ബാക്കി പത്രം. ഇവിടെ ഖുർആൻ്റെ ഒരു പ്രത്യേകമായ സാഹിത്യ ശൈലിയിൽ എന്താ ഇവരുടെ വിചാരം? അള്ളാഹിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ തോന്നിയാസം വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പ്രവർത്തിച്ചിട്ട് വന്ന ഖിയാമത്ത് നാളിൽ എന്തായിരിക്കും അവർ രക്ഷപ്പെടുന്നുണ്ടോ വിചാരിക്കുന്നുണ്ടോ എന്നുള്ള നിലയ്ക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. ഒരു സാഹിത്യ ശൈലിയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയും പേടിപ്പിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുടിസാക്കി കഷ്ടപ്പെടുത്താനോ ഒന്നും അല്ല. ഇന്നല്ലാഹ ലദൂ ഫളിലിൻ അൽനാസ്, അള്ളാഹു ജനങ്ങളോട് വളരെയധികം ഔദാര്യമുള്ളവനാണ്. കുറേ സൃഷ്ടികൾ, നിസ്സഹായരായ കുറേ സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ട് അവരെ ഇങ്ങനെ പീഡിപ്പിച്ചിട്ട് ആനന്ദം കാണുന്ന ഒരു തരത്തിലുള്ള ഒരു രോഗമൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കില്ല. നഅൂദുബില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് അങ്ങേയറ്റത്തെ കാരുണ്യമുള്ളവരാണ്. വലാകിന്ന അക്തറഹും ലാ യശ്കുറൂൻ, ആരും തന്നെ അധികം ആളുകളും നന്ദി കാണിക്കുന്നില്ല എന്നുള്ളതാണ്.
അള്ളാഹുവിനോട് നന്ദി കാണിക്കുക എന്നുള്ളത് പഠിച്ചവന് എന്തെങ്കിലും കുറേ സാധനങ്ങളുണ്ടെന്ന് എവിടെയെങ്കിലും വെച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രസ്താവന ഇറക്കുകയോ അല്ലെങ്കിൽ ഞാൻ പഠിച്ചവന് നന്ദിയുള്ളവനാണെന്ന് എഴുതി വെച്ചുകൊണ്ട് നടക്കുകയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകൻ വഴി നിർദ്ദേശിച്ചെന്ന ആ മാർഗത്തിൽ ജീവിതം സമർപ്പിക്കുക എന്നതാണ് നന്ദി കാണിക്കുക എന്നുകൊണ്ട് വിശാലമായി ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന ഉത്തമരായ സത്യവിശ്വാസികൾപ്പെട്ട് ജീവിത വിജയം നേടാൻ കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅദീമി സുൽത്താനിഹി സുബ്ഹാനക ലാ തുസീദനാ കമാ സനൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തർളാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അയ്യുഹൽ ഇഖ്വത്തുൽ അഹിബ്ബാ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്ക് മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. മനുഷ്യ മനസ്സിൻ്റെ ആഴങ്ങളിൽ ഖുർആൻ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നതിനെ സംബന്ധിച്ച് ഒരു പരാമർശം അടുത്ത ആയത്തിൽ കാണാൻ പോകും. അത് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന പരിവർത്തനം ഭയങ്കരമാണ്. അതിലൊരുപാട് ശാസ്ത്രമുണ്ട്. وما تكونوا في شأن ما تتلو منه من قرآن ولا تعملون من عمل إلا كنا عليهم شهودا إذ تفيضون به وما يعزب عن ربك من مثقال ذرة في الأرض ولا في السماء ولا أصغر من ذلك ولا أكبر إلا في كتاب مبين എന്നാണ് ആയത്ത്. അതായത് നീ എന്തെങ്കിലും കാര്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ഖുർആനിൽ എന്തെങ്കിലും ഓതി കേൾപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ജനങ്ങൾ എന്തെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ സാക്ഷിയായി നാം അവരുടെ കൂടെ ഉണ്ടാവാതിരിക്കുകയില്ല. വലിയ ഗൗരവമുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവർത്തനമോ ഒരു ചിന്തയോ എന്തെങ്കിലും ഒരു ചലനം മനുഷ്യ മനസ്സിലോ ശരീരത്തിലോ ചുറ്റുപാടിലോ ഉണ്ടായാൽ ഷാഹിദായി ഒന്നാമത്തെ ഷാഹിദ് അള്ളാഹു ആയിരിക്കും. വലിയൊരു ഗൗരവമുള്ള സംഗതി. അള്ളാഹു ഷാഹിദായിരിക്കും. അവനാണ് പടച്ചത്, പ്രൊഫഷൻ തന്നത് അവനാണ്, വിഭവങ്ങൾ തന്നത് അവനാണ്. അപ്പോൾ പടപ്പ് അവൻ നൽകിയ വിഭവങ്ങളെടുത്ത് എങ്ങനെ ചെയ്യുന്നു, എന്ത് ചിന്തിക്കുന്നു, എന്ത് പറയുന്നു എന്നതിനെ സംബന്ധിച്ച് ഷാഹിദായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാവും. വമാ യഅ്സുബു അൻ റബ്ബിക മിൻ മിസ്ഖാല ദററത്തിൻ ഫിൽ അർളി വലാ ഫിസ് സമാ എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിൽ ഒരു അണുവോ ഒരണുവിന് സമാനമോ അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുതോ വലുതോ ആയ ഒന്നും തന്നെ ഒരു അള്ളാഹുവിൻ്റെ കണ്ണിൽപ്പെടാതെയും ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്താതെയും ഉണ്ടാവുകയില്ല. ഒരണു എന്ന് പറഞ്ഞാൽ തന്നെ ഇംഗ്ലീഷിൽ ആറ്റം എന്നാണ് പറയുക. ആ വാക്കിന് അർത്ഥമില്ല ഇപ്പോൾ പഠിച്ചോനെ. അതെന്താ ഇംഗ്ലീഷ് ഭാഷയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ആറ്റം എന്ന വാക്കിന് ഇപ്പോൾ യഥാർത്ഥത്തിൽ ആശയതലത്തിൽ അർത്ഥമില്ല. കാരണം ആ വാക്ക് വന്നതെന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം. അതായത് വളരെ പഴയ ഇംഗ്ലീഷിൽ ആ വാക്ക് വന്നത് ഓൾഡ് ഫ്രഞ്ചിൽ നിന്നാണ്. അറ്റോം ATOME എന്ന് പറയാം. അറ്റോം എന്ന ഫ്രഞ്ച് വാക്ക് എന്നാണ്. സ്മോളസ്റ്റ് പാർട്ടിക്കിൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഏറ്റവും ചെറിയ ഘടകം എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഫ്രഞ്ചിൽ വന്നതോ ലാറ്റിൻ വാക്കെന്നാണ്. അറ്റോമസ് എന്ന വാക്കിൽ നിന്നാണ് അത് വന്നത്. അതായത് അറ്റോമസ് എന്ന് പറഞ്ഞാൽ അതും ചെറിയ പാർട്ടിക്കിൾ എന്നുള്ളതാണ്. ഏൻഷ്യൻ ഗ്രീക്ക്, ഈ ലാറ്റിനിൽ വാക്കുന്ന വാക്ക് ഏൻഷ്യൻ ഗ്രീക്കിൽ നിന്ന് അറ്റോമോസ്, കുറച്ച് നീട്ടി പറയാം, അറ്റോമോസ് ഇൻഡിവിസിബിൾ, ഇനി ഒരിക്കലും വിഭജിക്കാനാവാത്തത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ ഏൻഷ്യൻ ഗ്രീക്കിൽ നിന്ന്, ലാറ്റിനിൽ നിന്ന്, ഫ്രഞ്ചിൽ നിന്ന് ഇംഗ്ലീഷിൽ വന്ന വാക്ക് യഥാർത്ഥത്തിൽ ഈ ലോകത്തിൻ്റെ ശാസ്ത്ര മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയൊരു വാക്കാണ്. 1900 ആറ്റം വിഭജനം നടത്തി. ഇപ്പോൾ ഇപ്പോൾ ആറ്റം വിഭജിച്ചിട്ടാണ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഒക്കെ ഉണ്ടായത്. ഇവിടെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ആറ്റത്തിനേക്കാൾ ചെറുത്. അത് 1450 കൊല്ലത്തായി. 1450 കൊല്ലത്തിന് മുമ്പ് അറേബ്യയിൽ ശാസ്ത്ര വിദ്യാഭ്യാസം നേടാത്ത ഒരു മനുഷ്യൻ പറയാണ് ഈ ഒരു അണുവിനേക്കാൾ ചെറിയൊരു സംഗതി എങ്ങനെ ഇത് വന്നു? മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇറക്കിക്കൊടുത്തത് എന്നുള്ളതിന്റെ പ്രത്യക്ഷമായ ഒരു തെളിവാണ് ഖുർആൻ. ഒരു മുഅ്ജിസത്താണ്.
അതിനും കഴിഞ്ഞിട്ട് സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞ 1900-ലാണ് ഈ ആറ്റം വിഭജിക്കാൻ പറ്റുമെന്ന് കണ്ടത്. ആറ്റം തന്നെ അർത്ഥമില്ല, അതായത് വിഭജിച്ചു കഴിഞ്ഞപ്പോൾ വാക്കിന് അർത്ഥമില്ലതായി. വാക്കിനർത്ഥം അസ്ഗറ ഔ അക്ബർ എന്ന അറബി വാക്കിന്റെ അർത്ഥം അവിടെ നിലനിൽക്കുകയും ചെയ്യും. ഒരു ഏറ്റവും ചെറിയ കണകമോ, അതായത് ഒരു പരമാണുവോ പരമാണുവിനെ ചെറുതോ. അപ്പൊ പരമാണുവിന്റെ ചെറുതെന്താ? പരമാണുവിനേക്കാൾ വലുതോ? അത് അള്ളാഹുവിന്റെ ശ്രദ്ധയിൽപ്പെടാതെയും ഒരു വ്യക്തമായ രേഖയിൽ ഉൾപ്പെടുത്താതെയും ലോകത്ത് സംഭവിക്കില്ല എന്നുള്ള തഖ്വ അവിടെയാ. ഇത് തഖ്വയായിട്ടൊന്ന് ബന്ധിപ്പിച്ചാൽ മതി. അതായത് ഏതെങ്കിലും തരത്തിൽ ഒരാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, അയാൾ നമ്മളെ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല, എന്നാക്കി, യെസ്, അള്ളാഹു ഷാഹിദാണ്. മനസ്സിന്റെ ആ വികാരത്തിന് അള്ളാഹു അവിടെ ഷാഹിദാണ്. ഇത് സൂക്ഷ്മത ഉള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അയാളെ കണ്ടപ്പോൾ ഞാനൊന്ന് ചിരിച്ചില്ലല്ലോ, മോശമായിപ്പോൾ എന്താ വിചാരിക്കുക? ഇനി കാണുമ്പോൾ ആദ്യം തന്നെ ചിരിച്ച അസ്സലാമു അലൈക്കും പറയണം, റെക്ടിഫൈ ചെയ്യും. പിന്നെയാണല്ലോ പണത്തിൻ്റെയും അതുപോലുള്ള മറ്റിടപാടുകളെയും കാര്യങ്ങളെയും പറയാം. ഒരു ചെറിയ മനോഭാവം, നമുക്ക് പരിചിതനായ ഒരാൾ വരുമ്പോൾ നമുക്ക് വെറുതെ തോന്നുക, നല്ല ഒരു വണ്ടി, പുതിയ വണ്ടിയായിട്ട് ഇങ്ങനെ വരും, അർത്ഥം നമുക്ക് ആരും പറയാതെ തന്നെ അറിയാലോ. അയൽക്കാരൻ്റെ ഗേറ്റ് കണ്ടിട്ട് ഇതൊന്നും ഭാഷയല്ല, പക്ഷേ മനുഷ്യ മനസ്സിന്റെ വികാര വിചാരങ്ങൾ അവിടെ നിന്ന് പുറത്തു വരുന്നതാണ്. അല്ലാഹു ഷാഹിദ്, അവിടെ പടച്ചവൻ ഷാഹിദായിരിക്കും. ഒരു മനുഷ്യന്റെ മനസ്സിനെ എങ്ങനെയാണ് ആഴത്തിൽ സംസ്കരിക്കുക എന്നുള്ളത്, ലോകത്തിൽ ഏത് തരത്തിൽ മെഡിസിൻ കൊടുത്തിട്ടാണ് മനുഷ്യ മനസ്സിനെ ഇങ്ങനെ സ്വാധീനിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഒരാറ്റത്തിനെ കുറിച്ച് പറഞ്ഞു, ആറ്റത്ത് പരമാണുവിനേക്കാൾ ചെറിയൊരു സംഗതി പറഞ്ഞു. അതിലുണ്ടാകുന്ന ഒരു ചലനത്തിന്റെ ആ ഒരു റെക്കോർഡ്, അവരുടെ പ്രവൃത്തിയും അവർ മുന്നേ ചെയ്തു വെച്ചതും അതിന്റെ ഇംപ്രിൻസ്, ആധാർ, അടയാളങ്ങൾ, അതും നാം ഇവിടെ രേഖപ്പെടുത്തി വെക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പൊ നമ്മുടെ പ്രവൃത്തി മാത്രമല്ല, ചിന്ത മാത്രമല്ല, വികാര വിചാരങ്ങളും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മനുഷ്യ മനസ്സിന് ദൗർബല്യമുണ്ട്, മനുഷ്യൻ ലൈഫായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സമുദായത്തിൽ മറന്ന് ചെയ്തു പോയത്, ഓർമ്മയില്ലാതെ ചെയ്തു പോയത്, ബോധമില്ലാതെ ചെയ്തു പോയത്, അതുപോലെ തന്നെ അറിയാതെ, അവൻ മനസ്സിൽ അറിയാതെ ചെയ്തു പോയത്, ഇതൊക്കെ നാം ഓർത്തിരിക്കുന്നു. അതേസമയം മുതഅമ്മിദായിട്ട് ചെയ്താൽ, വളരെ പർപ്പസ്ഫുള്ളായിട്ട് ചെയ്താൽ നാം പിടിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുകയും ചെയ്തിരിക്കുന്നു. അറിഞ്ഞുകൊണ്ട് തന്നെ അത് ചെയ്തു കഴിഞ്ഞാൽ പിടിക്കുകയും ചെയ്യുന്നുള്ളൂ. ഇത്തരം ഒരു ആഴത്തിൽ ചികിത്സിക്കാൻ ലോകത്ത് ഒരു മെഡിസിനും സാധ്യമാവില്ല എന്നുള്ളതാണ്. മനുഷ്യനെ ഇത്ര ആഴത്തിൽ സ്വാധീനിക്കാൻ, അതായത് യാതൊരു നിയമവും പോലീസും പട്ടാളവും ഒന്നും വേണ്ടതില്ല. ഇവിടെ മനുഷ്യ മനസ്സിനെ നന്നായി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല, സാധാരണ ഈ ചാനലൈസ് ചെയ്ത ട്രാഫിക് ഇങ്ങനെ പോകും പോലെ മനുഷ്യ ജീവിതം അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന വളരെ വലിയ സംഗതിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ സെറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, അവന്റെ ഔദാര്യം കൊണ്ടാണ് ലഭിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. വളരെ വളരെ ആഴത്തിലാണ് സംഗതികൾ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അബദ്ധം കാണിച്ചു പോയി, അതിന് തൗബ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എൻ്റെ സമുദായത്തിലെ ആളുകളുടെ മോശം ചിന്തകൾ അവരതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പേരിൽ അവരുടെ നടപടി എടുക്കുന്നതല്ല, അവർ പുറത്തു കൊടുത്തിരിക്കും. അള്ളാഹുവിനെ സംബന്ധിച്ച് തോന്നുന്നു, ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, വല്ലാത്ത വിഷമം, എന്താ പ്രശ്നം? എനിക്ക് അള്ളാഹുവിനെ കുറിച്ച് വല്ലാണ്ട് വേണ്ടാത്ത തോന്നലൊക്കെ തോന്നുന്നു. നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്, എന്തിനാ പഠിച്ച് ഇതൊക്കെ ചെയ്യണമെന്ന്, എന്തിനാ അള്ളാഹ് അറിയാമല്ലോ, പിന്നെ എന്തിനാ ഈ ഇടങ്ങാറാക്കണം? ഒരു സംഗതി പോയിട്ട് ആടെ ഇടങ്ങേറാണ് പോകുമ്പോഴത്തേക്കും പഠിച്ചത് നേരാക്കണേ സഹായിക്കണേ. പക്ഷെ ആടെ ചെന്ന് കുലുമാലായി. അപ്പോൾ നമുക്ക് തോന്നി, ഇത് പഠിച്ചു ഞാൻ പള്ളിയിൽ കുത്തിയിരുന്നു ദ്വാരുന്നപ്പോൾ അള്ളാഹ് അറിയാമല്ലോ, ഞാൻ അവിടെ പോയ കുലുമാലാവുന്നു. അപ്പൊ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തോന്നാറാണ്, മനുഷ്യ മനസ്സിലാണ് തോന്നുന്നത്. അപ്പൊ റെക്ടിഫൈ ചെയ്യാനാണ്, മനസ്സിനെ ശുദ്ധീകരിച്ചെടുക്കാനാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് അള്ളാഹിനെ കുറിച്ച് വേണ്ടാത്തൊക്കെ തോന്നുന്നു, വേണ്ടാത്താണ്, എന്നാൽ നിനക്ക് ഈമാൻ എന്നുള്ളത് തെളിവാണ്, പോയിക്കോന്നു. അള്ളാഹുവിനെ കുറിച്ച് ചിന്ത മോശമാണ് എന്ന് തോന്നുന്നത് തന്നെ, മോശമാണ് എന്ന് തോന്നിയത് ഈമാന്റെ ലക്ഷണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലെങ്കിൽ തോന്നൂല, അല്ലെങ്കിൽ നല്ലതായിട്ടാ തോന്നാ. ഒരു പ്രവൃത്തി, അത് വളരെ മോശമായൊരു പ്രവൃത്തി വളരെ നന്നായി തോന്നിക്കഴിഞ്ഞാൽ അത് പിശാചിന്റെ പ്രേരണയാണ്, അവൻ വിശ്വാസത്തിന് അകലെയാണ്. ഒരു അനാവശ്യം കാണിച്ചു തന്നെ എന്ന് പറഞ്ഞിട്ട് വളരെ വളരെ ഗൗരവത്തിൽ വളരെ ഗംഭീരമായിട്ട് അത് ഞെളിഞ്ഞു കഴിഞ്ഞാൽ അവൻ സത്യവിശ്വാസം അവനെടുത്തില്ല, തെറ്റുപറ്റിപ്പോയി, കുഴപ്പമാണ്.
എന്ന് പറഞ്ഞാൽ അത് സത്യവിശ്വാസം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ്റെ നിത്യജീവിതത്തിലെ ഓരോ സംഭവങ്ങളെയും ഈ മനുഷ്യ മനസ്സിൻ്റെ ആഴങ്ങളിൽ വെച്ചുകൊണ്ട് തൂക്കി നോക്കാൻ, അതിൻ്റെ ചെറിയ ചെറിയ ചലനങ്ങളുമായി ബന്ധിപ്പിച്ച് അള്ളാഹുമായി ബന്ധിപ്പിച്ച് സൂക്ഷ്മത പുലർത്താൻ, ആ സൂക്ഷ്മതയിലൂടെ ശുദ്ധമായ ഹൃദയവും ശുദ്ധമായ മനസ്സും ശുദ്ധമായ ചിന്തയും സൽപ്രവർത്തനങ്ങൾ ഉണ്ടാവാൻ, മനുഷ്യ മനസ്സിനെ ശരിയായ നിലയിൽ പാകപ്പെടുത്തിയെടുക്കാൻ പര്യാപ്തമായ അത്യത്ഭുതകരമായ ദിവ്യാനുഗ്രഹത്തിൻ്റെ ഒരു കുത്തൊഴുക്കാണ് പരിശുദ്ധ ഖുർആൻ എന്നതാണ് യഥാർത്ഥത്തിൽ. ഇതിൻ്റെ വാഹകരായ നമ്മൾ ഇതിൻ്റെ പ്രയോജനം എത്രമാത്രം പ്രയോജനപ്പെടുത്തുന്നുണ്ട്, ഇതിൻ്റെ പുണ്യം, ഇതിൻ്റെ മഹത്വം, ഇതിൻ്റെ ഗൗരവം, ഇതിൻ്റെ പ്രാധാന്യം എത്രമാത്രം പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഞാനും നിങ്ങളൊക്കെ ഉറക്കെ ചിന്തിക്കുകയും കൂടുതൽ ആഴത്തിൽ ഖുർആൻ പഠിക്കുകയും ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ പഠിച്ചാണ് ജീവിത വിജയം നേടേണ്ടത്. അങ്ങനെ ഖുർആൻ ശരിക്കും പഠിച്ച് പകർത്തി ജീവിത വിജയം നേടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വരിമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർളന അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലിയ ബഖിയത്തി അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഭാര്യ സന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികൾക്കും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. നരകശിഷ്ടിയിൽ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. സ്വർഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നിന്റെ അടുത്തെത്തിയ ആളുകളുടെ ബർസഖി ജീവിതം ഏറ്റവും ആശ്വാസപ്രദമാക്കി മാറ്റണേ തമ്പുരാനെ. നാഥ, ഖുർആൻ യഥാവിധി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുള്ള രോഗികളുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ കുറവുകളൊക്കെ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവർക്കും അവരുടെ വേണ്ടപ്പെട്ടവർക്കും മനസ്സമാധാനവും ആശ്വാസം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കടങ്ങളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നീ മാറ്റിത്തരണേ തമ്പുരാനെ. മറ്റുള്ളവരുടെ മുന്നിൽ ചെന്ന് യാചിക്കാൻ വരാതെ അഭിമാനത്തോടുകൂടി ജീവിച്ച് അവസാനിപ്പിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ നാഥ. പ്രാർത്ഥവനെ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന നീ ഒരിക്കലും തട്ടിക്കളയേണ്ട തമ്പുരാനെ. അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി ദീൻ നിലനിർത്തി ജീവിക്കാനും ആശ്വാസത്തിൽ നിന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. സക്കറാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കി തരണേ തമ്പുരാനെ. കബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളായ കബറിടങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. അല്ലാഹു മഹ്ശറിൽ നിങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. നരകശിക്ഷയിൽ നിന്ന് കാക്കണേ തമ്പുരാനെ. സ്വർഗ്ഗത്തിൽ ലിഖാഹ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين. اللهم انصر اعمال المجاهدين في كل اماكن الارض يا ارحم الراحمين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. واخر دعوانا الحمد لله رب العالمين.